ഹലോ വെൽക്കം ടു ന്യൂ റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് അപ്പച്ചട്ടിയില്ലാതെ, അതായത് ഉണ്ണിയപ്പച്ചട്ടിയില്ലാതെ പലർക്കും ഉണ്ണിയപ്പം ചുടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയില്ലാതെ, അത് നമ്മൾ കണ്ണൂർ സൈഡൊക്കെ കാരയപ്പം എന്ന് പറയും, അപ്പോൾ കാരയപ്പത്തിൻ്റെ ചട്ടിയില്ലാതെ എങ്ങനെ നമുക്ക് കാരയപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചൂടാമെന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 3 കഷ്ണം വെള്ളം, നമുക്ക് 3 മുഴുവനായിട്ടുള്ള വെള്ളം വേണം. അപ്പോൾ 1 കപ്പ് അരിക്കാണ് ഇതെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 പീസ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കപ്പിൽ അളക്കുകയാണെങ്കിൽ 1 കപ്പും 1 സ്പൂണും എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ പൊടിച്ചിട്ടാണ് എടുക്കുന്നതാണെങ്കിൽ. അപ്പോൾ 1 കപ്പ് അല്ലെ 1 കപ്പ് 1 സ്പൂണ് വെള്ളത്തിന് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുക്കിയെടുക്കുക. വെള്ളം ഒന്ന് അലിഞ്ഞ് കിട്ടി വെള്ളമായിട്ട് ചേർന്നാൽ മതി, അല്ലാണ്ട് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒറ്റ ട്രിപ്പ് അരക്കേണ്ട അരി ഉണ്ടായിട്ടുള്ളൂ, 1 കപ്പല്ലേ. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പ് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ആദ്യമേ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തിക്നെസ്സിൽ വേണം നമുക്ക് ഈ കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് അപ്പം വിട്ട് കിട്ടില്ല. അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്, അതായത് അപ്പക്കാരം. പിന്നെ ഞാൻ 1 പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായി പോയതാണ്, അപ്പോൾ നിങ്ങൾ ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മധുരം കുറച്ചും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ബാറ്ററി ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ആ തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി തേങ്ങ കൊത്ത് കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ട്രഡീഷണലായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ, കാരപ്പം ഉണ്ടാക്കുമ്പോൾ, ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തേങ്ങ കൊത്തിട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് നമ്മൾ ചൂടോടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാവ് കുറച്ചും കൂടെ ഒന്ന് കൊഴുക്കും. അപ്പോൾ ഒഴിച്ചാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ച ഉടനെ തന്നെ നമ്മളത് ഇളക്കി കൊടുക്കണം. എങ്കിലേ മാവ് കട്ട കെട്ടാതെ നമുക്ക് തിക്കായിട്ട് വരും, അതായത് കട്ട കെട്ടി പോകരുത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. കാരണം നമ്മൾ ചൂടോടെയുള്ള നെയ്യും തേങ്ങാക്കൊത്താണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉടനടി തന്നെ നമ്മൾ ഇളക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇതിന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കട്ടിയായിട്ട് വന്നോളൂ. ഇപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ മാവ് ഇതുപോലെ കട്ടിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൂസായിട്ടാണെങ്കിലുള്ളത് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തിക്നെസ്സിലാക്കി എടുക്കുക. മൈദപ്പൊടി ചേർത്ത് കൊടുത്ത സോഫ്റ്റ്നെസ് കൂടുകയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്പൂണാണ് വേണ്ടത്. നമുക്ക് കറിയൊക്കെ കോരാൻ യൂസ് ചെയ്യുന്ന സ്പൂൺ ഉണ്ടല്ലോ, അങ്ങനെയുള്ള തവി, കയ്യിലെന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ടൈപ്പ് സ്പൂണാണ്, തവിയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എണ്ണ ചൂടാവുന്നതോടുകൂടെ ഇതും കൂടെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ എണ്ണ ചൂടാവുന്ന അതേ ടൈമിൽ തന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ, എങ്കിലേ നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കറക്റ്റ് പരുവത്തിൽ ഇത് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കഴിയുന്നതും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മുടെ ഈ തവിയിലേക്ക്, വെളിച്ചെണ്ണയോട് കൂടെയുള്ള തവിയിലേക്ക് അതിൽ തന്നെ വെച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. ഇതുപോലെ കുറച്ച് 1/4 ഭാഗം നമ്മുടെ മാവ് കൂട്ട് ഒഴിച്ചു കൊടുക്കുക.
മുഴുവനായിട്ടും അരയായിട്ടും ഒഴിക്കാൻ പാടില്ല, കാൽഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അധികം കുഴിയില്ലാത്ത തവി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. അപ്പോൾ ഇതുപോലെ എണ്ണ എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ നമുക്ക് തവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് വിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി തവി ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ തവി ചൂടായിട്ടാണല്ലോ ഉള്ളത്. ഇനി നേരെ നമുക്ക് അടുത്ത ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തവി നമ്മുടെ ചട്ടിയിൽ തന്നെ ആയിരിക്കണം, എണ്ണയും അതിലുണ്ടായിരിക്കണം. അപ്പോൾ കുറച്ച് എൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അപ്പത്തിൻ്റെ വലിപ്പവും കുറച്ച് പരപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഒന്നാമത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെയാണ് ഉള്ളത്. എഡ്ജൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്കും അടുത്തത് ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. ആദ്യത്തെ 1-2 നമുക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നുക. പിന്നെ നമുക്ക് തവി ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യത്തെ ഒന്ന് സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂട്ട് നല്ല തിക്നെസ്സിലായിരിക്കണം. വെള്ളം പോലെ ആയാലും ഒരിക്കലും നമുക്ക് തവിന്ന് വിട്ടിട്ടില്ല, ഒട്ടിപ്പിടിക്കും. എനിക്ക് ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 1-2 എൻ്റെ പൊട്ടി പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ചെതറി കിടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ കറക്റ്റ് നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്കിപ്പോൾ എല്ലാം നമ്മുടെ കൂട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ബാച്ചാണ്. അപ്പം നമ്മുടെ മാവ് എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം നമ്മുടെ മാവിന് ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം കൂടിപ്പോയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലൊക്കെ വന്നിന്. ഇനി നിങ്ങളുടെ ഈ ടൈപ്പ് കൂട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, ഏത് കൂട്ടായിക്കോട്ടെ, അതായത് ഏത് കൂട്ടിൻ്റെ ചില പാളയം കൂടെ പഴം ചേർത്തിട്ടെടുക്കും, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതേ ടൈപ്പിൽ തിക്നെസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ രീതിയിൽ തന്നെ ചേർക്കണമെന്നില്ല. ചിലർ പാളയം കൂടെ പഴം ചേർത്ത് പച്ചരിയും കുറച്ച് ബേക്കിംഗ് പൗഡറും അങ്ങനെയൊക്കെ ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടിട്ട് ആക്കും. അങ്ങനെ ഇതുപോലെ ചെയ്യാം. പക്ഷേ എങ്ങനെ ആയാലും മാവിൻ്റെ തിക്നെസ് ഉണ്ടാവേണ്ടത് ഈ ഒരു ടൈപ്പിലാണ്. എങ്കിലേ നമുക്ക് പെട്ടെന്ന് വിട്ടു അല്ലെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പുറം നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ.